തിരുവനന്തപുരം കൊല്ലായിൽ വിദ്യാർത്ഥിക്ക് നേരെ തെരുവ് നായ ആക്രമണം. തലനാരിഴയ്ക്കാണ് 10 വയസ്സുകാരൻ രക്ഷപ്പെട്ടത്. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സംസ്ഥാനത്ത് ഓരോ ദിവസവും തെരുവുനായയുടെ ആക്രമണം പെരുകുന്നു എന്നുള്ള കണക്ക് തന്നെയാണ് ആധികാരികമായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചർച്ച ചെയ്തത്. എന്തായാലും ഔദ്യോഗിക കണക്കും അത് തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് തിരുവനന്തപുരം കൊല്ലായിൽ എന്ന് പറയുന്ന ജംഗ്ഷനിൽ വെച്ചാണ് ഒരു വിദ്യാർത്ഥിക്ക് നേരെ തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഭാഗ്യം കൊണ്ട് തലനാരിഴയ്ക്ക് ആ കുട്ടി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. രാവിലെ കടയിലേക്ക് പോകുന്ന വഴിയാണ് തെരുവുനായ ഈ വിദ്യാർത്ഥിയുടെ നേരെ പാഞ്ഞെടുക്കുന്നത്. അത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ സമീപത്തുണ്ടായിരുന്ന മുതിർന്നവർ ഒച്ചവെച്ച് ഈ നായയെ ആട്ടി ഓടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് നായയുടെ ആക്രമണം, അതായത് നേരിട്ട് നായ കടിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഓടിപ്പോയ കുട്ടി താഴേക്ക് വീണ് കുട്ടിക്ക് ചെറിയ രീതിയിൽ പരുക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് സാരമുള്ള പരുക്കല്ല എന്നുള്ളതാണ്. നാട്ടുകാർ ആരോപിക്കുന്നത് ഓരോ ദിവസവും ഈ പ്രദേശത്ത് തെരുവുനായകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. അതിന് കാരണമായി ഇവർ പറയുന്നത് ഈ നഗരങ്ങളിൽ നിന്നൊക്കെ രാത്രികാലങ്ങളിൽ തെരുവുനായയെ ഈ പ്രാദേശിക മേഖലകൾ ഉൾപ്രദേശമാണ് ഇവിടെ കൊണ്ട് ഇടുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇറക്കി വിടുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതായത് വന്ധീകരിച്ച ചെവിയിൽ വി ഷേപ്പിലുള്ള ആകൃതിയിലുള്ള നായകളാണ് ഈ പ്രാദേശിക മേഖലകളിൽ പോലും ഉള്ളത് അക്രമത്തിന് നടത്തുന്നത്. അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും കുട്ടിക്ക് ഒരു രീതിയിലും പരുക്ക് നിലവിൽ ഏറ്റിട്ടില്ല.